ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത റൈവലറികളിൽ ഒന്നാണ് ആഴ്സണൽ വേഴ്സസ് ടോട്ടൻഹാം. 1900-ലൊക്കെ ആഴ്സണൽ സൗത്ത് ലണ്ടനിലായിരുന്നു പ്രവർത്തിച്ചത്. എന്നാൽ 1913-ൽ അവർ നോർത്ത് ലണ്ടനിലെ ഹൈബറിയിലേക്ക് മാറി. ഈ ഹൈബറി എന്ന സ്ഥലം ടോട്ടൻഹാം തങ്ങളുടെ ഒരു ടെറിട്ടറി ആയാണ് വെച്ചിരുന്നത്. അങ്ങനെ തങ്ങളുടെ സ്റ്റേഡിയമായ വൈറ്റ് ഹാർട്ട് ലെയിനിൽ നിന്ന് 4 മൈൽസ് മാറി ആഴ്സണൽ ഒരു സ്റ്റേഡിയം പണിയുന്നു. അങ്ങനെ ടോട്ടൻഹാം ആഴ്സണലും തമ്മിൽ ഇതിനെ പറ്റിയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒരു നൂറ്റാണ്ടിലധികം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനായിരുന്നു അത് തിരികൊളുത്തിയത്. ദ നോർത്ത് ലണ്ടൻ ഡെർബി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആഴ്സണലിന്റെ സ്റ്റേഡിയം റോയൽ എയർഫോഴ്സ് ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ സ്പേഴ്സിന്റെ സ്റ്റേഡിയമായ വൈറ്റ് ഹാർട്ട് ലൈനിൽ സ്പേഴ്സും ആഴ്സണലും ഷെയർ ചെയ്താണ് പോയിരുന്നത്. എന്നാൽ വേൾഡ് വാറിന്റെ ശേഷം ഡെർബി ചൂടുപിടിക്കാൻ തുടങ്ങി. രണ്ടുപേരും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചതുകൊണ്ട് തന്നെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ വിരലിൽ എണ്ണാവുന്നത്ര പ്ലേയേഴ്സ് മാത്രമാണ് മറുകണ്ഠം ചാടിയിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ച സമയങ്ങളിലെല്ലാം സ്റ്റേഡിയം ചുട്ടുപഴുത്ത നരകത്തിന് തുല്യമായിരുന്നു. അങ്ങനെ മറുകണ്ഠം ചാടിയ പ്ലേയേഴ്സിൽ ഒരാളാണ് സോൾ കാമ്പൽ. സ്പേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്ന കാമ്പൽ ജൂഡാസായി മാറി 2001-ൽ ആഴ്സണലിലേക്ക് ജോയിൻ ചെയ്തു. സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. കാമ്പൽ 2003-ലെ ആഴ്സണലിന്റെ ഇൻവിൻസിബിൾ ടീമിലെ ഒരു അംഗമായിരുന്നു. ആർസർ വെംഗറിന്റെ കീഴിൽ ആഴ്സണൽ നോർത്ത് ലണ്ടനിൽ മാത്രമല്ല ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഡോമിനന്റ് ടീമായി മാറി. പിന്നീടുള്ള 20 സീസണുകളിൽ ആഴ്സണൽ സ്പേഴ്സിനേക്കാൾ മുകളിൽ തുടർച്ചയായി ഫിനിഷ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം സ്പേഴ്സ് ഫാൻസിന് എരുതിയിൽ വെച്ച ഒരു എണ്ണ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആഴ്സണൽ ഫാൻസ് സെന്റ് ടോട്ടറിംഗ്ഹാം ഡേ എന്ന ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആഴ്സണൽ ഫാൻസും സ്പേഴ്സ് ഫാൻസും പരസ്പരം ബെറ്റ് ചെയ്ത് വിജയിച്ച തുക എത്രയാണെന്ന് വെച്ചാൽ 10,485,000 പൗണ്ട്സ് ആണ്. പക്ഷേ സ്പേഴ്സ് ഫാൻസും അത്ര മോശമൊന്നുമല്ല. 14th ഏപ്രിൽ അവർ ഹോട്ട്സ്പർ ഡേ ആയാണ് ആചരിക്കുന്നത്. ആഴ്സണലിനെ FA കപ്പിന്റെ സെമി ഫൈനലിൽ വെച്ച് സ്പേഴ്സിന്റെ ലെജൻഡറി ഗാസ്കോയിനിയുടെ ബലത്തിൽ 3-1 വിജയിച്ചതുകൊണ്ടാണ് ആ സെലിബ്രേഷൻ ഡേ. ആ തോൽവി കാരണം ആഴ്സണലിന് FA കപ്പും ഡബിളും അവർ നഷ്ടപ്പെടുത്തി. ഇപ്പോഴും ഈ റൈവലറി മരിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സ്പേഴ്സ് തങ്ങളുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ കൊറിയൻ സൺ ഹ്യൂമിനെ സൈൻ ചെയ്ത സമയത്ത് ചുവന്ന നിറത്തിലുള്ള കാർ വാങ്ങരുതെന്ന് സ്പേഴ്സ് മാനേജ്മെന്റ് സണ്ണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷമുണ്ട്. ഇതുവരെ 81 മത്സരങ്ങളിൽ ഇരുവരും കളിച്ചതിൽ 61 മത്സരത്തിൽ സ്പേഴ്സ് ആണ് വിജയിച്ചിട്ടുള്ളത്. അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. മുജേ മാലും